തിരുവോണത്തിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് സദ്യയെല്ലാം കഴിഞ്ഞ് ആളുകൾ ഒന്ന് മയക്കത്തിലും ചിലരെല്ലാം കുടുംബത്തിനൊപ്പവും മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം ഒക്കെ ഇടവേളകൾ പങ്കുവെക്കാനായി ഇല്ലെങ്കിൽ ഒഴിവുവേളകൾ പങ്കുവെക്കാനായി പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ മറൈൻ ഡ്രൈവിലാണുള്ളത്, ക്യൂൻസ് വാക്ക്വേയിലാണുള്ളത്. ഇവിടെ ഒത്തിരി കുടുംബങ്ങളും കാര്യങ്ങളും സുഹൃത്തുക്കളൊക്കെ ആയി ഇവിടെ എത്തിയവരുണ്ട്, ഒരുപാട് പേരുണ്ട് നമ്മളൊക്കെ. ഇവിടെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് അതെ, ഇവിടെ തന്നെയാണോ? കൊച്ചി തന്നെയാണോ? അതെ, കല്ലൂര്. പഠിക്കാനായിട്ടൊന്നും വന്നല്ല, ഇവിടെ തന്നെ. എന്താ സദ്യ ഒക്കെ കഴിഞ്ഞു? ജസ്റ്റ് അതെ, സുഹൃത്തുക്കളാ എല്ലാവരും. അതെ, ഭാര്യ വീട്ടിലായിരുന്നു സദ്യ. ഹാപ്പിയാണ്. സദ്യയൊക്കെ എങ്ങനെയായിരുന്നു? പുറത്തുനിന്നായിരുന്നോ അതോ നമ്മള് ഇവിടെ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മള് തന്നെ കുക്ക് ചെയ്ത്? ഞാൻ ബുക്ക് ചെയ്ത് വീട്ടില് ഫാമിലി ബുക്കിംഗ് ചെയ്തിട്ട് കഴിച്ചിട്ട് വന്നു. സാധാരണ ഇങ്ങനെ തന്നെയാണ് ഓണൊക്കെ കഴിഞ്ഞ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ? നമുക്കിപ്പം ഇവിടെ കുടുംബങ്ങളും അതായത് ഫാമിലി ആയിട്ട് ഇറങ്ങിയ ആളുകളും ഉണ്ട്. ഓണമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് പുറത്തിറങ്ങിയതാ. അതെ, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താ സദ്യയൊക്കെ എങ്ങനെ? വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എത്ര കൂട്ടം? അമ്മ പായസമൊക്കെ എങ്ങനെയാ? പായസം 2 തരം, പരിപ്പും അടപ്രഥമനും ഉണ്ടാക്കി. എന്താ കൊച്ചിനെയും കൂടി ഇറക്കാന്നുള്ള ഒരു സ്ഥലം ഇവിടെ തന്നെയാണോ? പൊതുവെ കൊച്ചിയിൽ ഒരു തിരക്ക് കുറവുണ്ടല്ലോ. നമ്മളാണ് കൊച്ചിക്കാരെന്താണ് പുറത്തിറങ്ങുന്നത് അല്ലേ? അല്ല, അത് ബ്ലോക്ക് പേടിച്ചിട്ടായിരിക്കുള്ള ആൾക്കാർ ശരിക്കും. പിന്നെ കാലാവസ്ഥയും അനുകൂലമല്ലല്ലോ. എന്തായാലും ഒത്തിരി പേര് ഇവിടെ എത്തുന്നുണ്ട്, പലയിടത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതും ഒഴിവ് സമയങ്ങൾ സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിക്കുന്നതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് കൊച്ചി നഗരത്തിൻ്റെ നഗരമേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരക്ക് കുറവുണ്ട്. അതായത് ഇവിടെ നിന്നും പലരും ജോലിക്കായി എത്തിയവരെല്ലാം പുറത്തു പോയ ഒരവസ്ഥയുണ്ട്, അതുകൊണ്ട് തന്നെ ആളുകളില്ലാത്തൊരവസ്ഥയുണ്ട്. എന്നാൽ കൊച്ചിയുടെ ഈ ഫോർട്ട് കൊച്ചി ഇല്ലെങ്കിൽ നമ്മൾ കാണുന്ന മറൈൻ ഡ്രൈവ് മേഖലകളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ഒഴിവ് സമയങ്ങൾ കുടുംബത്തോടൊപ്പം ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം സന്ധ്യാസമയങ്ങളെ ആനന്ദകരമാക്കാൻ വേണ്ടി എത്തിയ ഒത്തിരി പേരെ നമുക്കിവിടെ കാണാൻ കഴിയും.